friends, welcome back to my channel. ഇന്ന് ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് എഗ്ലെസ് ചോക്ലേറ്റ് മഗ് കേക്ക്. ഇത് എങ്ങനെ വേണമെങ്കിലും ബേക്ക് ചെയ്തെടുക്കാം. മൈക്രോവേവിലോ OTGയിലോ സ്റ്റീമറിലോ കുക്കറിലോ എങ്ങനെ വേണമെങ്കിലും പെട്ടെന്ന് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതിന് വലിയ ബേക്കിംഗ് എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല, ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമില്ല, ആർക്ക് വേണമെങ്കിലും ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിന്ന് ചോക്ലേറ്റ് മഗ് കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ചോക്ലേറ്റ് കേക്കിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: 3/4 കപ്പ് മൈദ, 1/4 കപ്പ് കൊക്കോ പൗഡർ, 1/2 കപ്പ് പൗഡേർഡ് ഷുഗർ അല്ലെങ്കിൽ ഗ്രാനുലേറ്റഡ് ഷുഗർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 നുള്ളു ഉപ്പ്, 1/2 കപ്പ് പാല്, 1/4 കപ്പ് ബട്ടർ ഓർ ഓയിൽ, 1/2 ടീസ്പൂൺ വനില എസൻസ്. ഇതെല്ലാം കൂടി ഒരു ബൗളിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊരു ഡെസേർട്ട് എന്നുള്ളതിലുപരി ഒരു ടീ ടൈം സ്നാക്കായിട്ട് കാണാം. അതുകൊണ്ടാണ് ഞാൻ ഇൻഗ്രീഡിയൻസ് ഒന്നും അരിച്ചെടുക്കാതെ ഡയറക്റ്റ് എല്ലാം കൂടി ഒരു ബൗളിൽ തന്നെ ഇട്ട് മിക്സ് ചെയ്യുന്നത്. ബിക്കോസ് നമ്മളിത് കപ്പിൽ വെച്ച് തന്നെ അല്ലേ കഴിക്കുന്നത്, പുറത്തെടുക്കത്തില്ലല്ലോ. മഗ് കേക്കിൻ്റെ ഉദ്ദേശം അത് തന്നെയാണ്, വളരെ പെട്ടെന്നൊരു കേക്ക് എങ്ങനെ തയ്യാറാക്കി എടുക്കാം എന്നാണ്. അതുപോലെ തന്നെ ഷുഗറിൻ്റെ എമൗണ്ടും ഞാൻ വളരെ കുറച്ചാണ് ഇതിലിട്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഷുഗറിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചും കൂടി കൂട്ടാം. ഇതിനി കപ്പിലോട്ട് ഒഴിച്ച് മാറ്റി വെക്കാം. ഇവിടെ ഞാനൊരു സിമ്പിൾ വനീല സ്പഞ്ച് കേക്ക് കൂടി കാണിക്കുന്നുണ്ട്. അതിന് സെയിം പ്രൊസീജിയർ വിത്തൗട്ട് കൊക്കോ പൗഡർ ചെയ്താൽ മതി. 1 കപ്പ് മൈദ, 1/2 കപ്പ് ഷുഗർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 നുള്ളു ഉപ്പ്, 1/2 കപ്പ് പാല്, 1/4 കപ്പ് ബട്ടർ അല്ലെങ്കിൽ ഓയിൽ, 1/2 ടീസ്പൂൺ വനില എക്സ്ട്രാക്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇപ്പോൾ 2 കേക്കിന് വേണ്ട ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതിനി പ്രീഹീറ്റഡ് ഓവനിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 30 to 40 മിനിറ്റ്സ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ബേക്കിംഗ് ടൈം എപ്പോഴും ഡിപ്പെൻഡ്സ് ഓൺ യുവർ ഓവൻ. സോ നിങ്ങളുടെ ഓവൻ്റെ ഇതനുസരിച്ചിട്ട് വേണം ബേക്കിംഗ് ടൈം സെറ്റ് ചെയ്യാൻ. മിനിറ്റ്സ് കഴിഞ്ഞു, കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ ചൂടോടെ കഴിക്കാൻ വളരെ നല്ലതാണ്, ഫ്രോസ്റ്റിംഗ് ഒന്നും ഇല്ലാതെ തന്നെ. ഇവിടെ പിന്നെ മക്കൾക്ക് ക്രീം ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ച് ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് കൂടി ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ബേക്കിംഗ് എക്സ്പീരിയൻസ് ഒന്നും വേണ്ടാത്ത ഒരു സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി നെക്സ്റ്റ് ടൈം ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ട് വരാം. ബൈ ബൈ.